കഥയിലെ മുഴുവൻ കാര്യങ്ങളും സാങ്കല്പികമാണ്. കഥ പൂർണ്ണമായും വിനോദത്തിനു വേണ്ടി മാത്രമുള്ളതാണ്. ചാനൽ ഒരു വിധത്തിലുള്ള അന്ധവിശ്വാസത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു മനുഷ്യനെ കൊന്നു കുഴിച്ചിടാൻ എത്ര സമയം വേണ്ടിവരും? സിനിമകളിൽ കാണുന്നത് പോലെ അതത്ര എളുപ്പമല്ല. അതിന് നല്ല കായികാധ്വാനം വേണം. ജീവനുള്ളൊരു മനുഷ്യന്റെ കഴുത്തിൽ അമർത്തുമ്പോൾ അയാൾ ശക്തമായി കുതറും, കൈകാലുകൾ ഇട്ടടിക്കും, മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകും. മരണം സംഭവിക്കാൻ മിനിറ്റുകളെടുക്കും. ആ സമയം മുഴുവൻ പിടിവിടാതെ നിൽക്കണം. കൈകൾ കഴയ്ക്കും, വിരലുകൾ വേദനിക്കും. മണ്ണിൽ കുഴിയെടുക്കുന്നത് അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇരുട്ടിൽ മതിയായ ആയുധങ്ങളില്ലാതെ മണ്ണ് മാറ്റണം. കൈകളിൽ പൊള്ളൽ വരും. കുഴിക്ക് ആവശ്യത്തിന് ആഴം തോന്നിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും മണ്ണ് മാറ്റണം. 5 വർഷങ്ങൾക്ക് മുമ്പാണ് പ്രകാശ് അത് ചെയ്തത്. തൻ്റെ സുഹൃത്തായിരുന്ന രാജീവിനെ മണ്ണിട്ട് മൂടുമ്പോൾ പ്രകാശിൻ്റെ വിരലുകൾ വല്ലാതെ വേദനിച്ചിരുന്നു. ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ ലഗേജ് ബെൽറ്റിന് മുന്നിൽ നിൽക്കുമ്പോഴും അയാൾ ആ വേദനയെ ഓർത്തു. അയാൾക്കതിൽ ഒരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. എല്ലാം കഴിഞ്ഞു. പഴയ കാര്യങ്ങൾ ആരും അറിയാതെ മണ്ണിലലിഞ്ഞു. രാജീവ് കടങ്ങൾ കാരണം എങ്ങോട്ടോ ഒളിച്ചോടിയതാണെന്നാണ് എല്ലാവരും കരുതിയത്. പ്രകാശ് ദുബായിലേക്ക് പോയി. അവിടെ പുതിയ ബിസിനസ് തുടങ്ങി. അയാൾ ഒരുപാട് പണമുണ്ടാക്കി. 5 വർഷങ്ങൾക്കിപ്പുറം ആദ്യമായാണ് അയാൾ നാട്ടിലേക്ക് മടങ്ങി വരുന്നത്. പ്രകാശ് തൻ്റെ ട്രോളി ബാഗ് വലിച്ച് പുറത്തേക്ക് നടന്നു. ഓട്ടോമാറ്റിക് ഗ്ലാസ് വാതിലുകൾ തുറന്നപ്പോൾ ഷമീറും വിനോദും കാത്തു നിൽക്കുന്നത് കണ്ടു. അവർ പരസ്പരം കൈകൊടുത്ത് സംസാരിച്ചു. വലിയ വൈകാരിക പ്രകടനങ്ങളൊന്നും അവിടെ ഉണ്ടായില്ല. അവർ പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. ഷമീർ കൊണ്ടുവന്ന വെളുത്ത ഇന്നോവ കാറിലേക്ക് അവർ കയറി. ഷമീർ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. വിനോദ് മുൻവശത്തും. പ്രകാശ് പിൻസീറ്റിൽ ബാഗ് വെച്ച് അതിനരികിലായി ഇരുന്നു. വണ്ടി എറണാകുളം നഗരം വിട്ടു. അവരുടെ യാത്ര മൂന്നാറിലേക്കായിരുന്നു. മുൻകൂട്ടി തീരുമാനിച്ച യാത്രയായിരുന്നു അത്. കുറച്ച് ദിവസങ്ങൾ ബിസിനസ് കാര്യങ്ങൾ മറന്ന് ഒന്നാഘോഷിക്കണം, അത്രമാത്രം. യാത്രയിൽ അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. നാട്ടിലെ മാറ്റങ്ങൾ, പുതിയ റോഡുകൾ, ദുബായിലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, ഷെയർ മാർക്കറ്റിലെ മാറ്റങ്ങൾ. വണ്ടി മൂവാറ്റുപുഴ എത്തി. വിനോദ് കാറിലെ ചെറിയ ഫ്രിഡ്ജിൽ നിന്നും ബിയർ ക്യാനുകൾ എടുത്തു. 3 പേരും അത് പൊട്ടിച്ച് കുടിക്കാൻ തുടങ്ങി. വെയിൽ ചാഞ്ഞു തുടങ്ങിയിരുന്നു. റോഡിൽ നല്ല തിരക്കുണ്ട്. വണ്ടി പതുക്കെയാണ് നീങ്ങുന്നത്. കോതമംഗലം കഴിഞ്ഞപ്പോൾ റോഡിൻ്റെ ഇരുവശവും വലിയ മരങ്ങൾ കണ്ടു തുടങ്ങി. റോഡിലെ വളവുകൾ കൂടിക്കൂടി വന്നു. പ്രകാശ് പുറത്തേക്ക് നോക്കിയിരുന്നു. അവർ പാട്ടുകളൊന്നും വെച്ചിരുന്നില്ല. അവരുടെ സംസാരം മാത്രമാണ് ആകെ ഉണ്ടായിരുന്നത്. രാത്രി 8 മണിയോടെ അവർ മൂന്നാറിലെത്തി. പുതിയതായി പണിത ഒരു വലിയ റിസോർട്ട്. ഷമീർ ഓൺലൈൻ വഴിയാണ് അത് ബുക്ക് ചെയ്തത്. വലിയ ഇരുമ്പ് ഗേറ്റുകൾ കടന്ന് കാർ ഉള്ളിലേക്ക് കയറി. വിശാലമായ പാർക്കിംഗ് ഏരിയ, ചുറ്റും ഇന്റർലോക്ക് പാകിയ മുറ്റം, ആധുനിക രീതിയിൽ പണിത 3 നില കെട്ടിടം. റിസപ്ഷനിൽ ചെന്ന് അവർ തിരിച്ചറിയൽ കാർഡുകൾ നൽകി. അവരുടെ മുറിയുടെ താക്കോൽ വാങ്ങി. താഴത്തെ നിലയിലാണ് അവർക്ക് മുറി കിട്ടിയത്. വളരെ വിശാലമായ ഒരു മുറി. ഒരു വശത്ത് പൂർണ്ണമായും ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ സ്ലൈഡിംഗ് വാതിലുകളാണ്. അതിലൂടെ പുറത്തെ വലിയ മുറ്റം കാണാം. മുറ്റത്തിനപ്പുറം ഒരു ചെറിയ കരിങ്കൽ മതിൽ. അതിനുമപ്പുറം വലിയ മരങ്ങൾ നിറഞ്ഞ താഴ്ചയാണ്. അവർ സാധനങ്ങൾ മുറിയിൽ വെച്ചു. ഷമീർ റൂം സർവീസ് വഴി ഭക്ഷണം ഓർഡർ ചെയ്തു. വിനോദ് തൻ്റെ വലിയ ബാഗിൽ നിന്നും മദ്യക്കുപ്പികൾ പുറത്തെടുത്തു. മേശപ്പുറത്ത് ഗ്ലാസുകൾ നിറഞ്ഞു. സംസാരം വീണ്ടും തുടങ്ങി. ഒപ്പം മദ്യപാനവും. മദ്യത്തിൻ്റെ ലഹരി അവരെ ബാധിച്ചു തുടങ്ങി. അവർ ഉച്ചത്തിൽ സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്തു. മണിക്കൂറുകൾ കടന്നുപോയി. പ്ലേറ്റുകളിൽ ഭക്ഷണം ബാക്കിയായി. ഇടയ്ക്ക് വിനോദ് രാജീവിനെ കുറിച്ച് സംസാരിച്ചു. രാജീവ് ഇപ്പോൾ എവിടെയാണെന്ന് വല്ല വിവരവുമുണ്ടോ? അവൻ അന്ന് മുങ്ങിയതിനു ശേഷം പിന്നെ ഒരു വിവരവുമില്ലല്ലോ, വിനോദ് ചോദിച്ചു. പ്രകാശിൻ്റെ മുഖത്ത് യാതൊരു മാറ്റവും ഉണ്ടായില്ല. അവൻ തൻ്റെ ഗ്ലാസ്സിലെ മദ്യം ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു. എനിക്കറിയില്ല. അവന് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ. എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാകും. പ്രകാശ് വളരെ ശാന്തനായി മറുപടി പറഞ്ഞു. സംസാരം വീണ്ടും മറ്റു വിഷയങ്ങളിലേക്ക് മാറി. രാത്രി 1 മണി കഴിഞ്ഞു. മദ്യം പൂർണ്ണമായും തീർന്നിരുന്നു. വിനോദ് കട്ടിലിൽ കിടന്നുറങ്ങുകയാണ്. ഷമീർ വലിയ സോഫയിലും. 2 പേരും നല്ല ഉറക്കത്തിലാണ്. മുറിയിൽ AC-യുടെ നേരിയ ശബ്ദം കേൾക്കാം. പ്രകാശിന് ഒട്ടും ഉറക്കം വന്നില്ല. മദ്യം അയാളെ ബാധിച്ചിരുന്നില്ല. അയാൾ കസാരയിൽ നിന്ന് എഴുന്നേറ്റു. ഗ്ലാസ് വാതിലിൻ്റെ അരികിൽ പോയി നിന്നു. പുറത്തെ മുറ്റത്തെ റിസോർട്ടിൻ്റെ വലിയ വിളക്കുകൾ പ്രകാശിക്കുന്നുണ്ട്. പ്രകാശ് ആ സ്ഥലം വളരെ ശ്രദ്ധയോടെ നോക്കി. റിസോർട്ടിലേക്ക് കയറി വരുന്ന വഴി, മുറ്റത്തിൻ്റെ കിടപ്പ്, മതിലിനപ്പുറമുള്ള താഴ്ച, വളരെ ദൂരെയുള്ള മലയുടെ രൂപം. അയാളത് മനസ്സിൽ കണക്കുകൂട്ടി. പെട്ടെന്ന് അവൻ്റെ തലച്ചോറിൽ ചില കാര്യങ്ങൾ വ്യക്തമായി. ആ സ്ഥലം അവൻ തിരിച്ചറിഞ്ഞു.
5 വർഷം മുമ്പ് അതൊരു കാട് പിടിച്ച എസ്റ്റേറ്റ് ആയിരുന്നു. ഒരു പഴയ ഇരുമ്പ് ഗേറ്റ് മാത്രമായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് കാണുന്ന കെട്ടിടമോ ഇന്റർലോക്ക് പാകിയ മുറ്റമോ അന്നവിടെ ഇല്ല. പക്ഷേ ഭൂമിയുടെ കിടപ്പ് മാറിയിട്ടില്ല. പ്രകാശ് നിൽക്കുന്ന അതേ സ്ഥലത്താണ് അന്ന് രാജീവിൻ്റെ കാർ നിർത്തിയിട്ടിരുന്നത്. പണത്തെ ചൊല്ലി അവർ തമ്മിൽ വലിയ വഴക്കുണ്ടായി. രാജീവ് പോലീസിൽ പരാതി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തി. പ്രകാശിന് വേറെ വഴിയില്ലായിരുന്നു. അയാൾ രാജീവിൻ്റെ കഴുത്തിൽ പിടിമുറുക്കി. കാറിന് പുറത്തേക്ക് രാജീവ് വീണു. പ്രകാശ് അയാൾക്ക് മുകളിലായിരുന്നു. രാജീവിൻ്റെ കൈകൾ നിശ്ചലമാകുന്നതുവരെ പ്രകാശ് കഴുത്തിലെ പിടിവിട്ടില്ല. പ്രകാശ് ഗ്ലാസിലൂടെ പുറത്തെ മുറ്റത്തേക്ക് വീണ്ടും നോക്കി. ഇന്റർലോക്ക് കട്ടകൾ അവസാനിക്കുന്നത് ഒരു ചെറിയ മതിൽക്കെട്ടിലാണ്. അന്ന് നിർമ്മാണ സമയത്ത് ആ ഭാഗത്തെ മണ്ണ് മാറ്റിയിരുന്നില്ല. പകരം പുതിയ മണ്ണ് അവിടേക്ക് തള്ളുക മാത്രമാണ് ചെയ്തത്. അതോടെ രാജീവിൻ്റെ ശരീരം കൂടുതൽ ആഴത്തിലായി. ആ പുതിയ പൺകൂനയ്ക്ക് മുകളിലാണ് ഇപ്പോൾ അവർ ആ ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. പ്രകാശ് അത് കൃത്യമായി ഓർത്തെടുത്തു. താൻ നിൽക്കുന്ന മുറിയിൽ നിന്നും വെറും 10 മീറ്റർ അകലെ ആ ചെടികൾക്കിടയിലാണ് രാജീവിൻ്റെ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നത്. ആ ചിന്ത പോലും അയാളിൽ യാതൊരു വികാരവും ഉണ്ടാക്കിയില്ല. അയാൾ വളരെ ശാന്തനായിരുന്നു. എല്ലാം ഭദ്രമാണെന്ന തോന്നൽ. പ്രകാശ് ഗ്ലാസിൽ മുഖം ചേർത്ത് വെച്ച് പുറത്തേക്ക് നോക്കി നിന്നു. പെട്ടെന്ന് ആ ചെടികൾക്കിടയിൽ നിന്നും ഒരു അനക്കം കണ്ടു. വിളക്കുകളുടെ വെളിച്ചം കുറഞ്ഞ ഭാഗമാണത്. അവിടെ ഒരാൾ നിൽക്കുന്നു. റിസോർട്ടിലെ സെക്യൂരിറ്റി ആയിരിക്കുമെന്നാണ് പ്രകാശ് ആദ്യം കരുതിയത്. പക്ഷേ ആ രൂപം തീരെ അനങ്ങാതെ നിൽക്കുകയാണ്. പ്രകാശ് കണ്ണുകൾ ചിമ്മി ഒന്നുകൂടി നോക്കി. ആ രൂപം പതിയെ വലതു കൈ ഉയർത്തി പ്രകാശിനെ നോക്കി അതടുത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. ഒരു പരിചയക്കാരൻ വിളിക്കുന്നത് പോലെ. പ്രകാശ് തിരിഞ്ഞു നോക്കി. വിനോദൻ ഷമീറും നല്ല ഉറക്കത്തിലാണ്. അയാൾ വീണ്ടും പുറത്തേക്ക് നോക്കി. ആ വ്യക്തി പ്രകാശിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അയാൾ വീണ്ടും കൈകാട്ടി വിളിച്ചു. പ്രകാശ് സ്ലൈഡിംഗ് ഗ്ലാസ് വാതിലിൻ്റെ ലോക്ക് തുറന്നു. വാതിൽ പതുക്കെ നീക്കി പ്രകാശ് പുറത്തെ മുറ്റത്തേക്ക് ഇറങ്ങി. വാതിൽ പൂർണ്ണമായും അടച്ചില്ല. പകരം ചെറുതായി തുറന്നിട്ടു. വിനോദോ ഷമീറോ എഴുന്നേറ്റാൽ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറണം. പുറത്ത് നല്ല വെളിച്ചമുണ്ട്. റിസോർട്ടിൻ്റെ വലിയ വിളക്കുകൾ മുറ്റത്ത് പ്രകാശിക്കുന്നു. പ്രകാശ് ചുറ്റും നോക്കി. ആരും പുറത്തില്ല. സെക്യൂരിറ്റി ജീവനക്കാർ ഗേറ്റിൻ്റെ അടുത്തായിരിക്കും. അയാൾ മുന്നോട്ട് നടന്നു. കാലിലെ ഷൂസുകൾ ഇന്റർലോക്ക് കട്ടകളിൽ തട്ടി ശബ്ദമുണ്ടാക്കി. പ്രകാശ് പതുക്കെ നടന്നു. ശബ്ദമുണ്ടാക്കാതിരിക്കാൻ അയാൾ ശ്രദ്ധിച്ചു. മുറ്റത്തിൻ്റെ അവസാനത്തെ ഭാഗത്തേക്ക് അയാൾ കണ്ണുകൾ നട്ടു. ആ രൂപം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. വെളിച്ചം കുറഞ്ഞ ഭാഗമാണ്. പ്രകാശ് അവിടേക്ക് നടന്നു. അയാൾ ആ രൂപത്തെ സൂക്ഷിച്ചു നോക്കി. ഒരാൾ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. അയാളുടെ വേഷം പ്രകാശ് ശ്രദ്ധിച്ചു. ഇളം നീല നിറമുള്ള ഒരു ഷർട്ട്, കറുത്ത നിറത്തിലുള്ള ഒരു പാൻറ്റും. പ്രകാശിന് ആ വേഷം നല്ല പരിചയമുള്ളതുപോലെ തോന്നി. പക്ഷെ അയാളത് കാര്യമാക്കിയില്ല. റിസോർട്ടിൽ ഏതെങ്കിലും ജോലിക്കാരനായിരിക്കും. കള്ളനാകാൻ വഴിയില്ല. കള്ളന്മാർ ഇങ്ങനെ നിൽക്കില്ല. പ്രകാശ് നടത്തത്തിൻ്റെ വേഗം കൂട്ടി. അയാൾ ആ വ്യക്തിയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരുന്നു. ആ രൂപം പെട്ടെന്ന് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. തിരിഞ്ഞു നോക്കിയില്ല. മുന്നിലുള്ള ചെറിയ മതിലിനടുത്തേക്ക് അയാൾ നടന്നു. ആ മതിലിന് നന്നേ ഉയരം കുറവാണ്. ഒരാൾക്ക് എളുപ്പത്തിൽ അത് കടക്കാം. അയാൾ ആ മതിലിന് മുകളിലൂടെ കാൽ വെച്ച് അപ്പുറത്തേക്ക് കടന്നു. അവിടെ കുറച്ച് ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിനിടയിലൂടെ അയാൾ നടന്നു. വെളിച്ചമില്ലാത്ത ഭാഗത്തേക്ക് അയാൾ പോവുകയാണ്. പ്രകാശ് മതിലിനടുത്തെത്തി നിന്നു. അവിടെ നിന്നുകൊണ്ട് അയാൾ അപ്പുറത്തേക്ക് നോക്കി. ഇരുട്ടാണ്. ഒന്നും വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. താൻ എന്തിനാണ് അയാളുടെ പിന്നാലെ പോകുന്നത്? തിരികെ മുറിയിലേക്ക് പോയാലോ? പ്രകാശ് ആലോചിച്ചു. വേണ്ട, അയാൾ ആരാണെന്നറിയണം. താൻ ഭയപ്പെടുന്നില്ല എന്ന് പ്രകാശ് സ്വയം പറഞ്ഞു. അയാൾ മതിലിനു മുകളിലൂടെ കാൽ വെച്ച് അപ്പുറത്തേക്ക് കടന്നു. എന്നിട്ട് ചെടികൾക്കിടയിലൂടെ നടന്നു. അവിടെ ഒരു ചെറിയ ഇറക്കമായിരുന്നു. നിറയെ മണ്ണാണ്. പ്രകാശിൻ്റെ ഷൂസുകൾ മണ്ണിലമർന്നു. പെട്ടെന്ന് പ്രകാശ് നിന്നു. അയാൾ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് അയാൾക്ക് ഓർമ്മ വന്നു. 5 വർഷം മുമ്പ് താൻ കുഴിയെടുത്ത അതേ സ്ഥലം. താൻ കാൽ വെച്ചിരിക്കുന്നത് ആ കുഴിക്ക് മുകളിലാണോ? ഉറപ്പില്ല. ഭൂമിയുടെ കിടപ്പ് അല്പം മാറിയിട്ടുണ്ട്. എങ്കിലും സ്ഥലം ഇത് തന്നെയാണ്. അയാൾ ചുറ്റും നോക്കി. ആ രൂപം അവിടെ എവിടെയോ നിൽപ്പുണ്ട്. കുറച്ചുകൂടി മുന്നിലായി പ്രകാശ് അയാളെ കണ്ടു. അയാൾ അനങ്ങാതെ നിൽക്കുകയാണ്. പുറംതിരിഞ്ഞു തന്നെ. റിസോർട്ടിലെ ആ വലിയ വിളക്കിൻ്റെ വെളിച്ചം ആ ഭാഗത്ത് നേരിയതായി വീഴുന്നുണ്ട്. ആരാ ഇവിടെ? പ്രകാശ് ചോദിച്ചു. അയാളുടെ ശബ്ദം ഉറച്ചതായിരുന്നു. പേടിയുടെ യാതൊരു ലാജ്ഞ പോലും അതിലുണ്ടായിരുന്നില്ല. ആ രൂപം അനങ്ങിയില്ല. മറുപടിയൊന്നും പറഞ്ഞതുമില്ല. ആരാണെന്ന് ചോദിച്ചു കേട്ടില്ലേ? പ്രകാശ് വീണ്ടും ചോദിച്ചു. അയാൾ ഒരു ചുവടുകൂടി മുന്നോട്ട് വെച്ചു. അയാൾ പതുക്കെ തിരിഞ്ഞു. വളരെ പതുക്കെ. പ്രകാശ് ആ മുഖത്തേക്ക് നോക്കി.
വെളിച്ചം ആ മുഖത്ത് വീണു. പ്രകാശിൻ്റെ കണ്ണുകൾ വിടർന്നു. കാലുകൾ തറയിൽ ഉറച്ചുപോയി. അത് രാജീവായിരുന്നു. പ്രകാശിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അയാൾ കണ്ണുകൾ ചിമ്മി തുറന്നു. ഒന്നുകൂടി നോക്കി. അതെ, രാജീവ് തന്നെ. യാതൊരു സംശയവുമില്ല. 5 വർഷം മുമ്പ് താൻ കഴുത്ത് ഞെരിച്ചു കൊന്ന അതേ രാജീവ്. അയാളുടെ മനസ്സ് ആ കാഴ്ചയെ അംഗീകരിക്കാൻ വിസമ്മതിച്ചു. അയാൾ അവിടെ ഒരു കരിങ്കൽ ശില പോലെ നിന്നു. രാജീവിൻ്റെ മുഖത്തിന് യാതൊരു മാറ്റവുമില്ല. 5 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ. പ്രായം കൂടിയിട്ടില്ല, മുടി നരച്ചിട്ടില്ല, മുഖത്ത് യാതൊരു പരിക്കുകളുമില്ല. അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾക്കും കുഴപ്പമില്ല. ഇളം നീല ഷർട്ട് വൃത്തിയായി കിടക്കുന്നു. കറുത്ത പാൻറിൽ ചെളിയൊന്നും പറ്റിയിട്ടില്ല. ഒരു മനുഷ്യൻ സാധാരണയായി നിൽക്കുന്നത് പോലെ അവൻ നിൽക്കുന്നു. പ്രകാശ് രാജീവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ യാതൊരു ഭാവവുമില്ല. ദേഷ്യമില്ല, പകയില്ല, സങ്കടമില്ല. ഒരു നിർജീവ വസ്തുവിനെ നോക്കുന്നത് പോലെ അവൻ പ്രകാശിനെ നോക്കി നിന്നു. കണ്ണിമ വെട്ടുന്നില്ല. പ്രകാശിന് ശബ്ദമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഓടിപ്പോകണമെന്ന് അയാൾ ആഗ്രഹിച്ചു. പക്ഷെ കാലുകൾ അനങ്ങിയില്ല. അയാൾ അവിടെ തന്നെ നിന്നുപോയി. രാജീവ് വലതുകാൽ മുന്നോട്ട് വെച്ചു. അവൻ പ്രകാശിൻ്റെ അടുത്തേക്ക് വന്നു. പ്രകാശ് അനങ്ങാതെ നിന്നു. രാജീവ് അടുത്ത ചുവടും വെച്ചു. ഇപ്പോൾ അവർ തമ്മിൽ 1 മീറ്റർ പോലും ദൂരമില്ല. പ്രകാശ് രാജീവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അവന് യാതൊരു പ്രതികരണവും നടത്താൻ കഴിഞ്ഞില്ല. രാജീവ് തൻ്റെ വലത് കൈ ഉയർത്തി പ്രകാശിൻ്റെ കഴുത്തിന് നേരെ ആ കൈ നീട്ടി. പ്രകാശ് കണ്ടു നിൽക്കുക മാത്രം ചെയ്തു. അയാൾ തടയാൻ ശ്രമിച്ചില്ല. അല്ലെങ്കിൽ അതിന് കഴിഞ്ഞില്ല. രാജീവിൻ്റെ കൈപ്പത്തി പ്രകാശിൻ്റെ കഴുത്തിൽ പതിഞ്ഞു. വിരലുകൾ കഴുത്തിന് ചുറ്റും അമർന്നു. അതൊരു മനുഷ്യൻ്റെ കൈ തന്നെയായിരുന്നു. രാജീവിൻ്റെ വിരലുകൾക്ക് നല്ല കരുത്തായിരുന്നു. ആ പിടിമുറുകിയപ്പോൾ പ്രകാശിന് വേദനിച്ചു. വേദന അയാളെ യാഥാർത്ഥ്യബോധത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. പ്രകാശ് തൻ്റെ ഇരുകൈകളും ഉയർത്തി രാജീവിൻ്റെ വലതു കൈയിൽ കടന്നു പിടിച്ചു. പിടിവിടുവിക്കാൻ അയാൾ ശ്രമിച്ചു. രാജീവിൻ്റെ കൈകൾ ഇരുമ്പ് പോലെ ഉറച്ചതായിരുന്നു. പ്രകാശ് തൻ്റെ സർവ്വശക്തിയും എടുത്ത് ആ വിരലുകൾ മാറ്റാൻ നോക്കി. നടന്നില്ല. ഒരു വിരൽ പോലും അനക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. രാജീവ് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ പിടി മുറുക്കിക്കൊണ്ടേയിരുന്നു. പ്രകാശ് വലതുകൈ ചുരുട്ടി രാജീവിൻ്റെ മുഖത്തിടിച്ചു. നല്ല ശക്തിയുള്ള ഇടി. ഇടിയുടെ ആഘാതത്തിൽ രാജീവിൻ്റെ തല അല്പം പിന്നോട്ട് മാറി. എങ്കിലും കഴുത്തിലെ പിടി അയഞ്ഞില്ല. രാജീവ് വീണ്ടും പഴയതുപോലെ തല നേരെയാക്കി. അവൻ പ്രകാശിനെ തന്നെ നോക്കി നിന്നു. ഇടികൊണ്ടതിൻ്റെ യാതൊരു വേദനയും ആ മുഖത്ത് കണ്ടില്ല. പ്രകാശ് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി. അയാൾ വായ തുറന്ന് വായു ഉള്ളിലേക്ക് വലിക്കാൻ ശ്രമിച്ചു. രാജീവിൻ്റെ വിരലുകൾ പ്രകാശിൻ്റെ ശ്വാസനാളത്തിൽ അമർന്നിരിക്കുകയാണ്. പ്രകാശ് തൻ്റെ വലതുകാൽ മുട്ടുയർത്തി രാജീവിൻ്റെ വയറ്റിൽ ശക്തമായി ഇടിച്ചു. രാജീവ് ഒരടി പിന്നോട്ട് വെച്ചു. പ്രകാശും പിന്നോട്ട് മാറി. ഇരുവരും നിലത്തേക്ക് വീണു. പ്രകാശായിരുന്നു താഴെ. അയാൾക്ക് മുകളിലായി രാജീവും വീണു. വീണിട്ടും രാജീവ് പക്ഷെ പിടിവിട്ടിരുന്നില്ല. മണ്ണിൽ വീണപ്പോഴുണ്ടായ ആഘാതത്തിൽ പ്രകാശിൻ്റെ ശരീരത്തിൽ വേദന പടർന്നു. അയാൾ മണ്ണിൽ കിടന്ന് പിടഞ്ഞു. രാജീവ് പ്രകാശിൻ്റെ നെഞ്ചിൽ കാലുകൾ വെച്ചിരുന്നു. അവൻ്റെ വലതുകൈ എപ്പോഴും പ്രകാശിൻ്റെ കഴുത്തിൽ തന്നെയായിരുന്നു. പ്രകാശ് തൻ്റെ കൈകൾ കൊണ്ട് രാജീവിൻ്റെ നെഞ്ചിൽ തള്ളി മാറ്റാൻ ശ്രമിച്ചു. രാജീവ് അനങ്ങിയില്ല. പ്രകാശ് രാജീവിൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചു. ഇളം നീല ഷർട്ടിൻ്റെ ബട്ടണുകൾ പൊട്ടിച്ചിതറി. പ്രകാശ് രാജീവിൻ്റെ മുഖത്തേക്ക് തൻ്റെ നഖങ്ങൾ കൊണ്ട് മാന്തി. രാജീവിൻ്റെ കവിളിൽ ചെറിയ മുറിവുകളുണ്ടായി. അവിടെ നിന്നും ചോര പൊടിഞ്ഞു. രാജീവ് അത് ശ്രദ്ധിച്ചതേയില്ല. അവൻ കഴുത്തിലെ പിടി കൂടുതൽ മുറുക്കി. പ്രകാശിൻ്റെ കാഴ്ച മങ്ങാൻ തുടങ്ങി. റിസോർട്ടിലെ വിളക്കുകളുടെ വെളിച്ചം അയാൾക്ക് വ്യക്തമല്ലാതായി. മരങ്ങളുടെ ഇലകൾ കാറ്റിലാടുന്ന ശബ്ദം കേൾക്കാം. അത് വളരെ അകലെയാണെന്ന് അയാൾക്ക് തോന്നി. ചുറ്റും നിശബ്ദത പടരുകയാണ്. പ്രകാശ് തൻ്റെ കാലുകൾ തറയിലിട്ടടിച്ചു. അയാൾ തറയിൽ ഉരസിക്കിടന്നു. ഷൂസുകൾ മണ്ണിലുരയുന്നു. അയാൾ തൻ്റെ കൈകൾ കൊണ്ട് പരതി എന്തെങ്കിലും ഒരു ആയുധം കിട്ടുമോ എന്ന് നോക്കി. അവൻ്റെ വിരലുകൾ ഒരു ചെറിയ കല്ലിൽ തടഞ്ഞു. ആ കല്ല് കയ്യിലെടുത്ത് അയാൾ രാജീവിൻ്റെ തലയിലിടിച്ചു. കല്ല് തെന്നിപ്പോയി. രാജീവ് പക്ഷേ യാതൊരു പ്രതികരണവും കാണിച്ചില്ല. അയാൾ ഒരു യന്ത്രം പോലെ തൻ്റെ ജോലി തുടർന്നു. പ്രകാശിൻ്റെ ചിന്തകൾ പിന്നിലേക്ക് പോയി. 5 വർഷം മുമ്പുള്ള ആ രാത്രി അയാൾക്ക് ഓർമ്മ വന്നു. അന്ന് രാജീവ് ഇതുപോലെ മണ്ണിൽ കിടന്ന് പിടയുകയായിരുന്നു. താൻ അവന് മുകളിലിരുന്ന് കഴുത്തിൽ അമർത്തിപ്പിടിച്ചു. രാജീവ് തൻ്റെ മുഖത്ത് മാന്തിയിരുന്നു. അവൻ തൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചിരുന്നു. അവൻ കാലുകൾ തറയിലിട്ടടിച്ചിരുന്നു. അന്ന് താൻ ചെയ്തതെന്താണോ അതുതന്നെയാണ് രാജീവ് ഇപ്പോൾ തന്നോട് ചെയ്യുന്നത്. ഒന്നിനും ഒരു മാറ്റവുമില്ല. പ്രകാശ് വീണ്ടും വായു ഉള്ളിലേക്ക് എടുക്കാൻ ശ്രമിച്ചു. വായ തുറന്നു പിടിച്ചു. പക്ഷെ ഒരു തുള്ളി വായു പോലും ഉള്ളിലേക്ക് പോയില്ല. അയാളുടെ നെഞ്ചു വേദനിക്കാൻ തുടങ്ങി. തലച്ചോറിലേക്ക് രക്തം ഇരച്ചു കയറുന്നതുപോലെ
കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു. അയാൾ രാജീവിൻ്റെ വിരലുകൾ തൻ്റെ വിരലുകളുമായി കോർത്തു. എന്നിട്ട് ആ വിരലുകൾ ഒടിച്ചു മാറ്റാൻ നോക്കി. രാജീവിൻ്റെ കൈകൾക്ക് അമാനുഷികമായ ശക്തി ഉണ്ടായിരുന്നു. മുറിയിൽ വിനോദും ഷമീറും സുഖമായി ഉറങ്ങുന്നുണ്ടാവുമെന്ന് പ്രകാശ് ചിന്തിച്ചു. അവരിൽ നിന്നും വെറും 20 മീറ്റർ അകലെയാണ് താൻ മരിക്കാൻ പോകുന്നത്. അവർ ഇതൊന്നും അറിയുന്നില്ല. അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ താൻ അവിടെ ഉണ്ടാകില്ല. താൻ ഈ മണ്ണിൽ കിടന്നു മരിക്കും. ആ ചിന്ത പ്രകാശിനെ കൂടുതൽ ഭയപ്പെടുത്തി. അയാൾ സർവ്വശക്തിയുമെടുത്ത് ഒരിക്കൽ കൂടി രാജീവിനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അയാളുടെ ശരീരത്തിൻ്റെ ഊർജം മുഴുവൻ തീർന്നിരുന്നു. കൈകൾക്ക് സ്വാധീനം നഷ്ടപ്പെട്ടു. പ്രകാശ് തൻ്റെ കൈകൾ നിലത്തേക്കിട്ടു. അയാൾ രാജീവിൻ്റെ മുഖത്തേക്ക് നോക്കി. ആ മുഖത്തപ്പോഴും യാതൊരു ഭാവവുമില്ലായിരുന്നു. ആ കണ്ണുകൾ പ്രകാശിനെ തന്നെ നോക്കിയിരുന്നു. പ്രകാശിൻ്റെ കാഴ്ച പൂർണ്ണമായും മങ്ങി. ഇരുട്ട് കണ്ണുകളിലേക്ക് കയറി. ചുറ്റുമുള്ള ശബ്ദങ്ങൾ കേൾക്കാതായി. സ്വന്തം ഹൃദയമിടിപ്പിൻ്റെ ശബ്ദം മാത്രം ചെവികളിൽ മുഴങ്ങി. ആ ശബ്ദവും ക്രമേണ കുറഞ്ഞു വന്നു. പ്രകാശ് തൻ്റെ അവസാനത്തെ ശ്രമം നടത്തി. അയാൾ കാലുകൾ ശക്തമായി മണ്ണിലിട്ട് അമർത്തി ശരീരം മുകളിലേക്ക് ഉയർത്താൻ നോക്കി. രാജീവിൻ്റെ ഭാരം അയാളെ താഴേക്ക് തന്നെ അമർത്തിപ്പിടിച്ചു. രാജീവ് തൻ്റെ ഇടതു കൈ കൂടി താഴേക്ക് കൊണ്ടുവന്നു. പ്രകാശിൻ്റെ കഴുത്തിൽ ഇരു കൈകളും കൊണ്ട് പിടിമുറുക്കി. മുറുകിയ വിരലുകൾക്കിടയിലൂടെ പ്രകാശിൻ്റെ കഴുത്തിലെ ചർമ്മം വലിഞ്ഞു മുറിഞ്ഞു. ചോര കിനിഞ്ഞു തുടങ്ങി. പ്രകാശിൻ്റെ കണ്ണുകൾ പാതി തുറന്നിരുന്നു. ആ കണ്ണുകൾക്ക് മുന്നിലിപ്പോൾ രാജീവിൻ്റെ മുഖം മാത്രമായിരുന്നു. യാതൊരു വെറുപ്പും കാണിക്കാത്ത വളരെ ശാന്തമായ ഒരു മുഖം. പ്രകാശിൻ്റെ ശരീരം പതുക്കെ അനങ്ങാൻ തുടങ്ങി. അത് പ്രകാശ് ബോധപൂർവം ചെയ്തതായിരുന്നില്ല. പ്രാണവായു ലഭിക്കാത്ത ശരീരത്തിൻ്റെ അവസാനത്തെ പ്രതികരണം മാത്രമായിരുന്നു അത്. കാലുകൾ തറയിൽ കിടന്നു പിടഞ്ഞു. കൈവിരലുകൾ മണ്ണിലമർന്ന് പോറലുകൾ വീഴ്ത്തി. പ്രകാശിൻ്റെ ശരീരത്തിൻ്റെ പിടച്ചിൽ അവസാനിച്ചു. അവൻ്റെ കാലുകൾ നിശ്ചലമായി. വിരലുകൾ മണ്ണിൽ നിന്നും വിട്ടുപോന്നു. അയാൾ കണ്ണുകൾ തുറന്ന് മുകളിലേക്ക് മലർന്നു കിടന്നു. റിസോർട്ടിലെ വിളക്കുകളുടെ വെളിച്ചം അയാൾക്കിപ്പോൾ കാണാൻ കഴിയുന്നില്ല. എല്ലാം വലിയൊരു ഇരുട്ടിലേക്ക് മറയുകയായിരുന്നു. രാജീവിൻ്റെ മുഖം അയാളുടെ മുന്നിൽ നിന്നും മാഞ്ഞുപോയി. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായും നിന്നു. വേദനയോ ഭയമോ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അയാൾ മാറി. അയാൾ മരിച്ചുവെന്ന് ആർക്കും തോന്നും. എത്ര നേരം ആ കിടപ്പ് കിടന്നുവെന്ന് അയാൾക്കറിയില്ല. പെട്ടെന്ന് അയാളുടെ കൺപോളകൾക്ക് ചെറിയൊരു ചലനമുണ്ടായി. ചുറ്റും എന്തൊക്കെയോ നടക്കുന്നുണ്ട്. പ്രകാശ് കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു. കൺപോളകൾക്ക് നല്ല ഭാരമുണ്ട്. വളരെ പാടുപെട്ട് അയാൾ കണ്ണുകൾ പകുതി തുറന്നു. മുകളിലേക്ക് നോക്കി അയാൾ ആദ്യം കാണാൻ കഴിഞ്ഞത് കനത്ത ഇരുട്ടാണ്. പിന്നെ ഒരു നിഴൽ കണ്ടു. അതൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ എന്തോ ജോലി ചെയ്യുകയാണ്. ഒരാൾ വലിയൊരു മൺകൂനയിൽ നിന്നും മണ്ണ് കോരി താഴേക്കിടുന്നു. ആ മണ്ണ് നേരെ വന്നു വീഴുന്നത് പ്രകാശിൻ്റെ മുഖത്തേക്കാണ്. പ്രകാശ് തൻ്റെ ശരീരം അനക്കാൻ ശ്രമിച്ചു. കൈകാലുകൾ പൊക്കാൻ നോക്കി. ഒന്നും അനങ്ങുന്നില്ല. ശരീരം പൂർണ്ണമായും തളർന്നിരിക്കുകയാണ്. ഒരു വിരൽ പോലും അനക്കാൻ കഴിയുന്നില്ല. അയാൾ എഴുന്നേൽക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ശരീരം അയാൾ പറയുന്നത് കേൾക്കുന്നില്ല. വീണ്ടും മണ്ണ് താഴേക്ക് വീണു. പ്രകാശിൻ്റെ നെഞ്ചിലേക്കാണ് ഇത്തവണ അത് വീണത്. മണ്ണിന് നല്ല ഭാരമുണ്ടായിരുന്നു. നെഞ്ചിലേക്ക് മണ്ണ് വീണപ്പോൾ അയാൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നി. അയാൾ വായ തുറന്നു വെച്ചിരിക്കുകയായിരുന്നു. വായ അടയ്ക്കാൻ കഴിയുന്നില്ല. മുകളിൽ നിൽക്കുന്ന ആൾ വീണ്ടും മണ്ണ് കോരിയിട്ടു. കുറച്ച് മണ്ണ് പ്രകാശിൻ്റെ തുറന്ന വായിലേക്ക് വീണു. പല്ലുകൾക്കിടയിലൂടെ അത് നാവിൽ പറ്റിപ്പിടിച്ചു. അയാൾ അത് തുപ്പാൻ ശ്രമിച്ചു. നടന്നില്ല. പ്രകാശ് മുകളിൽ നിൽക്കുന്ന ആളെ സൂക്ഷിച്ചു നോക്കി. അയാൾ വീണ്ടും മണ്ണെടുക്കാൻ കുനിഞ്ഞപ്പോൾ വെളിച്ചം അയാളുടെ മുഖത്ത് വീണു. പ്രകാശിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത് രാജീവായിരുന്നില്ല. അത് പ്രകാശ് തന്നെയായിരുന്നു. 5 വർഷം മുമ്പുള്ള പ്രകാശ്. അവൻ്റെ മുഖത്ത് വിയർപ്പുണ്ട്. കണ്ണുകളിൽ ഭയമുണ്ട്. പെട്ടെന്ന് ജോലി തീർക്കാനുള്ള വ്യഗ്രത ആ മുഖത്ത് വ്യക്തമായിരുന്നു. അവൻ ചുറ്റും നോക്കുന്നുണ്ട്. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന പേടി ആ നോട്ടത്തിലുണ്ട്. താഴെ കിടക്കുന്ന പ്രകാശിന് കാര്യം മനസ്സിലായി. താനിപ്പോൾ കിടക്കുന്നത് ആ കുഴിയിലാണ്, രാജീവിൻ്റെ സ്ഥാനത്ത്. 5 വർഷം മുമ്പ് താൻ ആ വെപ്രാളത്തിൽ മണ്ണുകോരിയിടുമ്പോൾ താഴെ കിടന്നിരുന്നത് രാജീവായിരുന്നു. പ്രകാശ് ഒരു സത്യം തിരിച്ചറിഞ്ഞു. അന്ന് താൻ കഴുത്തു ഞെരിച്ചപ്പോൾ രാജീവ് മരിച്ചിരുന്നില്ല. അവന് ബോധം നഷ്ടപ്പെടുക മാത്രമാണ് ചെയ്തത്. മണ്ണിൽ കിടക്കുമ്പോഴാണ് രാജീവിന് ബോധം വന്നത്. അന്ന് താൻ രാജീവിനെ ജീവനോടെയാണ് കുഴിച്ചു മൂടിയത്. അതേ അനുഭവത്തിലൂടെയാണ് താനിപ്പോൾ കടന്നു പോകുന്നത്. മുകളിൽ നിന്നും മണ്ണ് വീഴുമ്പോൾ താൻ ജീവനോടെ സമാധിയാവുകയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അയാൾക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. മുകളിൽ നിൽക്കുന്ന താൻ ഇതൊന്നും അറിയുന്നുമില്ല. താഴെ കിടക്കുന്ന ശരീരത്തിന് ജീവനുണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. പ്രകാശ് ശബ്ദമുണ്ടാക്കാൻ ശ്രമിച്ചു. തന്നെ രക്ഷിക്കണമെന്ന് വിളിച്ചു പറയാൻ അയാൾ ആഗ്രഹിച്ചു.
പക്ഷെ തൊണ്ടയിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വന്നില്ല. വീണ്ടും മണ്ണ് താഴേക്ക് വന്നു. ഇത്തവണ അത് പ്രകാശിൻ്റെ കണ്ണുകളിലേക്കാണ് വീണത്. അയാളുടെ കാഴ്ച മറഞ്ഞു. കൺപോളകൾക്കുള്ളിലേക്ക് മണ്ണ് കയറി. കണ്ണുകൾ നീറിപ്പുകഞ്ഞു. പക്ഷേ എന്നിട്ടും കണ്ണുകൾ അടയ്ക്കാൻ കഴിഞ്ഞില്ല. മുകളിലുള്ള പ്രകാശ് വളരെ വേഗത്തിൽ മണ്ണ് കോരിയിടുകയാണ്. കുഴി പകുതിയോളം നിറഞ്ഞു. പ്രകാശിൻ്റെ കാലുകൾ പൂർണ്ണമായും മണ്ണിനടിയിലായി. നെഞ്ചിലേക്കും വയറ്റിലേക്കും മണ്ണ് വീണ് നിറഞ്ഞു. മണ്ണിൻ്റെ ഭാരം കൂടി വന്നു. പ്രകാശിൻ്റെ നെഞ്ച് അമർന്നു തുടങ്ങി. ശ്വാസം ഉള്ളിലേക്ക് വലിക്കാൻ കഴിയുന്നില്ല. വായിൽ മുഴുവൻ മണ്ണാണ്. മൂക്കിലേക്കും മണ്ണ് കയറി തുടങ്ങി. അയാൾ തൻ്റെ സർവ്വശക്തിയുമെടുത്ത് കൈകൾ അനക്കാൻ നോക്കി. മണ്ണ് കൈകളെ കൂട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഓരോ തവണ മണ്ണ് വീഴുമ്പോഴും ശരീരത്തിന് മുകളിലുള്ള ഭാരം ഇരട്ടിയായി. മുകളിൽ നിൽക്കുന്ന പ്രകാശ് തൻ്റെ ജോലി വേഗത്തിലാക്കി. അവൻ ഈ സ്ഥലം വിട്ടുപോകണം. താഴെ കിടക്കുന്ന ശരീരത്തെ പൂർണ്ണമായും മൂടണം. അവൻ ചുറ്റുമുള്ള മണ്ണ് മുഴുവൻ കുഴിയിലേക്ക് തള്ളിയിട്ടു. വലിയൊരു മൺകട്ട വന്ന് താഴെ കിടക്കുന്ന പ്രകാശിൻ്റെ മുഖത്ത് വീണു. അതോടെ അയാളുടെ മുഖം മുഴുവനും മണ്ണിനടിയിലായി. വെളിച്ചം പൂർണ്ണമായും ഇല്ലാതായി. ചുറ്റും ഇരുട്ട് മാത്രം. മണ്ണിനടിയിൽ കിടക്കുമ്പോഴും പ്രകാശിന് ചുറ്റുമുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. മുകളിൽ നിന്നും ഷൂസ് ഇട്ട് അമർത്തുന്ന കാര്യം അയാൾ അറിഞ്ഞു. മണ്ണുറപ്പിക്കാനായി മുകളിലുള്ള പ്രകാശ് അതിനു മുകളിൽ കയറി നിന്ന് ചവിട്ടുകയാണ്. ആ ചവിട്ടുകൾ താഴെ കിടക്കുന്ന പ്രകാശിൻ്റെ നെഞ്ചിലാണ് കൊള്ളുന്നത്. ഓരോ ചവിട്ടിലും അയാളുടെ വാരിയെല്ലുകൾ അമർന്നു. അവൻ വേദന കൊണ്ട് പുളഞ്ഞു. പക്ഷേ ശരീരം അനങ്ങിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ മുകളിലെ അനക്കങ്ങൾ നിന്നു. കാലടി ശബ്ദം ദൂരേക്ക് പോയി. മുകളിലുള്ള പ്രകാശ് അവിടെ നിന്നും പോയി കഴിഞ്ഞു. ഇനി ആരും വരാനില്ല. അയാൾ അവിടെ ഒറ്റയ്ക്കായി, മണ്ണിനടിയിൽ, ഇരുട്ടിൽ, അനങ്ങാൻ കഴിയാതെ. പക്ഷെ ബോധം അപ്പോഴും പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നില്ല. ഒരു മനുഷ്യൻ ജീവനോടെ കുഴിച്ചുമുളപ്പെട്ടാൽ അനുഭവിക്കുന്ന എല്ലാ വേദനകളും അയാളപ്പോൾ പൂർണ്ണമായും അനുഭവിക്കുകയായിരുന്നു. മണ്ണിൻ്റെ ഭാരം നെഞ്ചിലമർന്നുകൊണ്ടിരുന്നു. കണ്ണിനുള്ളിൽ മൺതരികൾ ഇരുന്ന് നീറി. വായിൽ നിറഞ്ഞ മണ്ണ് തൊണ്ടയിലേക്ക് ഇറങ്ങിത്തുടങ്ങി. ബോധം മറയുന്നതിന് തൊട്ടുമുമ്പുള്ള ആ നിമിഷം എത്ര നേരം നീണ്ടു നിന്നുവെന്ന് അയാൾക്കറിയില്ല. പെട്ടെന്നെപ്പോഴോ ഭാരം പൂർണ്ണമായും ഇല്ലാതായി. നെഞ്ചിന് മുകളിലെ മണ്ണ് ആരോ എടുത്തു മാറ്റിയതുപോലെ. കണ്ണുകളിൽ ഇരുട്ടുമാറി. വലിയൊരു വെളിച്ചം മുഖത്തേക്ക് അടിച്ചു. പ്രകാശ് വലിയ വായു ഉള്ളിലേക്ക് വലിച്ചെടുത്തു. അയാൾ കണ്ണുകൾ പതുക്കെ തുറന്നു. താൻ മലർന്നു കിടക്കുകയാണ്. മുകളിൽ ആകാശം കാണാം. റിസോർട്ടിലെ വലിയ വിളക്കുകൾ പ്രകാശിക്കുന്നത് കാണാം. അയാൾ കിടക്കുന്നത് ആ മൺകൂനയിലല്ല. റിസോർട്ടിൻ്റെ മുറ്റത്ത് പാകിയ ഇൻ്റർലോക്ക് കട്ടകൾക്ക് മുകളിലാണ്. അയാൾ പതുക്കെ എഴുന്നേറ്റിരുന്നു. ശരീരം മുഴുവൻ നല്ല വേദനയുണ്ട്. അയാൾ കൈകൾ നിലത്തുകുത്തി. വിരലുകളിലെ സന്ധികളിൽ കടുത്ത വേദനയുണ്ട്. കഴുത്തു തിരിക്കാൻ അയാൾക്ക് ബുദ്ധിമുട്ട് തോന്നി. പ്രകാശ് ചുറ്റും നോക്കി. ആരും പുറത്തില്ല. എല്ലാം വളരെ ശാന്തമാണ്. ദൂരെ മരങ്ങൾ കാറ്റിലനങ്ങുന്നുണ്ട്. അയാൾ എഴുന്നേറ്റ് നിന്നു. കാലുകൾക്ക് ചെറിയ വിറയലുണ്ട്. അയാൾ സ്ലൈഡിംഗ് വാതിലിനടുത്തേക്ക് നടന്നു. പുറത്തിറങ്ങുമ്പോൾ അല്പം തുറന്നിട്ട അതേ നിലയിൽ തന്നെയായിരുന്നു അത്. അയാൾ ആ വാതിൽ പതുക്കെ നീക്കി ഉള്ളിലേക്ക് കയറി. മുറിയിൽ AC-യുടെ ചെറിയ ശബ്ദം കേൾക്കാം. വിനോദ് കട്ടിലിൽ കിടക്കുന്നു. ഷമീർ സോഫയിലും. അവർ തിരിഞ്ഞുപോലും കിടന്നിട്ടില്ല. എല്ലാം അയാൾ പുറത്തു പോകുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയുണ്ട്. പ്രകാശ് ബാത്റൂമിലേക്ക് നടന്നു. വാഷ് ബേസിനിലെ ടാപ്പ് തുറന്നു. മുഖത്തേക്ക് വെള്ളം ഒഴിച്ചു. കണ്ണുകൾ നന്നായി കഴുകി. വായിലേക്ക് വെള്ളമെടുത്ത് കുലുക്കുഴിഞ്ഞു തുപ്പി. സിങ്കിലേക്ക് വീണത് വെള്ളമായിരുന്നില്ല, കറുത്ത മണ്ണായിരുന്നു. അയാൾ വീണ്ടും തുപ്പി. വീണ്ടും മണ്ണ്. പ്രകാശ് തൻ്റെ വിരൽ വായിലിട്ട് പല്ലുകൾക്കിടയിൽ തിരഞ്ഞു. അവിടെയെല്ലാം മൺതരികൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് അയാൾക്ക് അക്കാര്യം മനസ്സിലായത്. താൻ കണ്ടത് സ്വപ്നമല്ല, അത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. രാജീവ് വന്നിരുന്നു. അയാളുടെ ഭയം വർദ്ധിച്ചു. ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല, തിരികെ പോകണം. അയാൾ വേഗം കട്ടിലിനടുത്തേക്ക് പോയി. വിനോദിൻ്റെ തോളിൽ പിടിച്ചു കുലുക്കി. വിനോദേ, എഴുന്നേൽക്ക്, അയാൾ വിളിച്ചു. വിനോദ് അനങ്ങിയില്ല. അയാൾ കുറച്ചുകൂടി ശക്തിയിൽ കുലുക്കി. ഒരു പ്രതികരണവുമില്ല. പ്രകാശ് വിനോദിൻ്റെ നെഞ്ചിലേക്ക് നോക്കി. ആ നെഞ്ച് ഉയരുകയും താഴുകയും ചെയ്യുന്നില്ല. പ്രകാശ് തൻ്റെ വിരലുകൾ വിനോദിൻ്റെ മൂക്കിന് താഴെ വെച്ചു. ശ്വാസമില്ല. അയാൾ വേഗം ഷമീറിൻ്റെ അടുത്തേക്ക് പോയി. ഷമീറിനെയും വിളിച്ചു. അവനും അനക്കമില്ല. രണ്ട് ജീവനില്ലാത്ത ശവശരീരങ്ങൾ. ഉറങ്ങുന്നതുപോലെ അവർ കിടക്കുന്നു. പ്രകാശ് മുറിക്ക് നടുവിൽ നിന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. പെട്ടെന്ന് ഗ്ലാസ് വാതിലിന് പുറത്ത് ഒരനക്കം കണ്ടു. അയാൾ അവിടേക്ക് നോക്കി. രാജീവ് അവിടെ നിൽക്കുന്നു, ഗ്ലാസ് വാതിലിന് തൊട്ടുപുറത്ത്. അവൻ അകത്തേക്ക് നോക്കി നിൽക്കുകയാണ്. യാതൊരു ഭാവവുമില്ലാത്ത ആ പഴയ നോട്ടം. രാജീവ് തൻ്റെ വലതു കൈ ഉയർത്തി ഗ്ലാസ് വാതിൽ പതുക്കെ തള്ളി. വാതിൽ തുറന്നു.
രാജീവ് മുറിക്കുള്ളിലേക്ക് കയറി. പ്രകാശ് പിന്നോട്ട് മാറി. അയാൾ ബാത്റൂമിൻ്റെ ചുമരിൽ ചെന്നു മുട്ടി. രാജീവ് പതുക്കെ അയാൾക്ക് നേരെ നടന്നു. പ്രകാശ് മേശപ്പുറത്തിരുന്ന ഒരു വലിയ മദ്യക്കുപ്പി കയ്യിലെടുത്തു. ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ കട്ടിയുള്ള കുപ്പി. രാജീവ് അടുത്തേക്ക് വന്നപ്പോൾ അയാൾ ആ കുപ്പി രാജീവിന് നേരെ എറിഞ്ഞു. അത് രാജീവിൻ്റെ നെഞ്ചിൽ കൊണ്ടു. കുപ്പി താഴെ വീണു പൊട്ടി. പക്ഷെ രാജീവ് അനങ്ങിയതേയില്ല. അവനത് ശ്രദ്ധിച്ചതുമില്ല. അവൻ വീണ്ടും മുന്നോട്ട് നടന്നു. പ്രകാശ് രാജീവിനെ വെട്ടിച്ച് ഗ്ലാസ് വാതിലിലൂടെ പുറത്തേക്ക് ചാടി. മുറ്റത്തെ ഇന്റർലോക്ക് കട്ടകളിലൂടെ അയാൾ ഓടി. ഷൂസുകൾ കട്ടകളിൽ തട്ടുന്ന ശബ്ദം അവിടെ മുഴങ്ങി. അയാൾ റിസപ്ഷൻ കെട്ടിടത്തിന് മുന്നിലെത്തി. അവിടെ വിളക്കുകൾ പ്രകാശിക്കുന്നുണ്ട്. ഗ്ലാസ് വാതിലുകൾ തുറന്നു കിടക്കുകയാണ്. അയാൾ ഉള്ളിലേക്ക് കയറി. വലിയ സോഫകൾ അവിടെ കിടക്കുന്നുണ്ട്. ഒരു വലിയ മേശയുണ്ട്. അതിനു പിന്നിലെ കസാരയിൽ ആരുമില്ല. അവിടം ശൂന്യമായിരുന്നു. റിസപ്ഷനിസ്റ്റോ സെക്യൂരിറ്റിയോ അവിടെ ഉണ്ടായിരുന്നില്ല. പ്രകാശ് പുറത്തേക്ക് ഇരുമ്പ് ഗേറ്റിനടുത്തേക്ക് ഓടി. ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഒരു വലിയ താഴ് അതിലിട്ടിരിക്കുന്നത് അയാൾ കണ്ടു. അത് തുറക്കാൻ കഴിയില്ല. ഗേറ്റിന് മുകളിലൂടെ ചാടാൻ അയാൾ ശ്രമിച്ചു. പക്ഷെ ഗേറ്റിന് നല്ല ഉയരമുണ്ടായിരുന്നു. അയാൾക്ക് മുകളിലേക്ക് കയറാനും കഴിഞ്ഞില്ല. അവിടെ നിന്നുകൊണ്ട് അയാൾ തിരിഞ്ഞു നോക്കി. ദൂരെ നിന്ന് രാജീവ് നടന്നു വരുന്നുണ്ട്. വളരെ പതുക്കെയുള്ള നടത്തം. ഒരു തിടുക്കവുമില്ല. പ്രകാശ് ചുറ്റും നോക്കി. ഗേറ്റിനടുത്തുള്ള ചെറിയ കാവൽപ്പുരയുടെ ചുമരിൽ ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഇരിപ്പുണ്ട്. ഒരു വലിയ ഇരുമ്പൂറ്റി. പ്രകാശ് അത് ചുമരിൽ നിന്നും എടുത്തു. അതിന് നല്ല ഭാരമുണ്ടായിരുന്നു. അയാളത് 2 കൈകൾ കൊണ്ട് മുറുകെ പിടിച്ചു. രാജീവ് അടുത്തേക്ക് വരികയാണ്. അവർ തമ്മിലുള്ള ദൂരം കുറഞ്ഞു. പ്രകാശ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ മുകളിലേക്ക് ഉയർത്തി സർവ്വശക്തിയും എടുത്ത് അത് രാജീവിൻ്റെ തലയ്ക്ക് നേരെ ആഞ്ഞടിച്ചു. വലിയൊരു ശബ്ദത്തോടെ അത് രാജീവിൻ്റെ തലയിൽ കൊണ്ടു. രാജീവ് നിലത്തേക്ക് വീണു. അവൻ അനക്കമില്ല. തലയിൽ വലിയൊരു മുറിവുണ്ടായിട്ടുണ്ട്. അവിടെ നിന്നും ചോര പുറത്തേക്ക് വരുന്നുണ്ട്. മുറ്റത്തെ കട്ടകളിലൂടെ ചോര പരന്നൊഴുകി. പ്രകാശ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ താഴെയിട്ടു. അയാൾ നല്ലപോലെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അയാൾ രാജീവിൻ്റെ ശരീരത്തിലേക്ക് നോക്കി നിന്നു. എല്ലാം കഴിഞ്ഞുവെന്ന് അയാൾ കരുതി. പക്ഷേ നിലത്ത് കിടന്ന രാജീവ് പതുക്കെ അനങ്ങാൻ തുടങ്ങി. അവൻ്റെ കൈകൾ നിലത്തുകുത്തി. പതുക്കെ എഴുന്നേറ്റ് നിന്നു. തലയുടെ മുറിവിൽ നിന്നും ചോര മുഖത്തേക്ക് ഒഴുകുന്നുണ്ട്. ഷർട്ടിലും ചോര വീണു. എങ്കിലും ആ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. രാജീവ് വീണ്ടും പ്രകാശിന് നേരെ നടക്കാൻ തുടങ്ങി. പ്രകാശ് പിന്നോട്ട് ചുവടുകൾ വെച്ചു. എങ്ങോട്ട് പോകണമെന്നറിയില്ല. അയാൾ റിസോർട്ടിൻ്റെ വശങ്ങളിലൂടെ വഴിയിലൂടെ ഓടി. അത് കെട്ടിടത്തിൻ്റെ പിന്നിലേക്കുള്ള വഴിയായിരുന്നു. ഇരുവശത്തും വലിയ മതിലുകൾ. അവിടെ നിന്നും പുറത്തു കടക്കാൻ വഴിയില്ല. അയാൾ ഓട്ടം തുടർന്നു. കെട്ടിടത്തിൻ്റെ പിന്നിൽ വലിയൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. പൂളിലെ വെള്ളത്തിൽ വിളക്കുകളുടെ വെളിച്ചം വീണ് കിടക്കുന്നു. പ്രകാശ് പൂളിൻ്റെ വശങ്ങളിലൂടെ ഓടി. അവിടം അവസാനിക്കുന്നത് ഒരു വലിയ കാട്ടിലാണ്. അതിനപ്പുറം പോയാൽ കുത്തനെയുള്ള ഇറക്കമാണ്. അയാൾ പൂളിൻ്റെ അവസാന ഭാഗത്തെത്തി നിന്നു. നല്ല പോലെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. കാൽമുട്ടുകൾ വിറയ്ക്കുന്നുണ്ട്. അയാൾ തിരിഞ്ഞു നോക്കി. രാജീവ് ആ വഴിയിലൂടെ നടന്നു വരുന്നുണ്ട്. ചോരയൊലിക്കുന്ന മുഖവുമായി. യാതൊരു ക്ഷീണവുമില്ലാതെ. പ്രകാശിന് മുന്നിൽ വേറെ വഴികളില്ല. പിന്നിൽ വലിയ താഴ്ചയാണ്. അയാൾ അവിടെ നിന്നു. രാജീവ് പൂളിൻ്റെ അരികിലൂടെ അയാൾക്ക് നേരെ നടന്നെടുത്തു. തലയിലെ മുറിവിൽ നിന്നും ചോര മുഖത്തുകൂടെ താഴേക്ക് ഒഴുകുന്നുണ്ട്. ഇളം നീല ഷർട്ടിൽ ചോര പരന്നു കഴിഞ്ഞു. പ്രകാശ് ചുറ്റും നോക്കി. രക്ഷപ്പെടാൻ മറ്റൊരു വഴി അവിടെയില്ല. കുളത്തിൻ്റെ വശങ്ങളിലൂടെ തിരികെ ഓടാനും കഴിയില്ല. രാജീവ് ആ വഴി മുഴുവൻ തടഞ്ഞുകൊണ്ടാണ് നടന്നു വരുന്നത്. പ്രകാശിൻ്റെ ശരീരത്തിലെ ഊർജം നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. ഓടിയതിൻ്റെ ക്ഷീണമുണ്ട്. കാലുകൾ വിറയ്ക്കുന്നുണ്ട്. അയാൾ കൈകൾ ചുരുട്ടി അവസാനത്തെ പോരാട്ടത്തിന് തയ്യാറായി. രാജീവ് പ്രകാശിന് നേരെ കൈകൾ നീട്ടി. മുമ്പത്തെ പോലെ കഴുത്തിൽ പിടിക്കാൻ തന്നെയായിരുന്നു ആ നീക്കം. പ്രകാശ് പെട്ടെന്ന് താഴേക്ക് കുനിഞ്ഞ് ഒഴിഞ്ഞു മാറി. അവൻ്റെ വലത് കൈ ചുരുട്ടി രാജീവിൻ്റെ വയറ്റിൽ ആഞ്ഞുകുത്തി. അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ഒരു മരത്തിലിടിച്ചതുപോലെയാണ് പ്രകാശിന് തോന്നിയത്. രാജീവ് അല്പം പോലും പിന്നോട്ട് മാറിയില്ല. അവൻ തൻ്റെ വലതു കൈ താഴേക്ക് കൊണ്ടുവന്ന് പ്രകാശിൻ്റെ ഷർട്ടിൽ പിടിച്ചു. പ്രകാശിനെ അവൻ അനായാസം മുകളിലേക്ക് ഉയർത്തി. പ്രകാശ് വായുവിൽ കിടന്ന് കാലുകൾ ഇട്ടടിച്ചു. അയാൾ രാജീവിൻ്റെ കൈപ്പത്തിയിൽ പിടിച്ചു വലിച്ചു. രാജീവിൻ്റെ വിരലുകൾക്ക് കരിങ്കല്ലിൻ്റെ കരുത്തുണ്ടായിരുന്നു. പ്രകാശ് തൻ്റെ കൈമുട്ടുപയോഗിച്ച് രാജീവിൻ്റെ മുഖത്തിടിച്ചു. രണ്ടാമത്തെ ഇടിക്ക് മുമ്പ് രാജീവ് പ്രകാശിനെ താഴേക്ക് എറിഞ്ഞു. ഇന്റർലോക്ക് കട്ടകൾക്ക് മുകളിലേക്ക് പ്രകാശ് ശക്തിയോടെ വീണു. അയാളുടെ ഇടത്തെ തോൾ കട്ടകളിൽ ഇടിച്ചു. തോളിൽ സ്ഥാനം തെറ്റിയ വേദന അയാൾ അറിഞ്ഞു. അയാൾ ഉറക്കെ നിലവിളിച്ചു. ആ ശബ്ദം ആ വലിയ റിസോർട്ടിൽ എങ്ങും എത്തിയില്ല.
AC-യുടെ ശബ്ദവും പുറത്തെ കാറ്റിൻ്റെ ശബ്ദവും ആ നിലവിളിയെ ഇല്ലാതാക്കി. പ്രകാശ് നിലത്ത് കിടന്ന് നിരങ്ങി പിന്നോട്ട് മാറി. രാജീവ് വീണ്ടും അയാൾക്ക് നേരെ വന്നു. ഇത്തവണ രാജീവ് പ്രകാശിൻ്റെ കാലിലാണ് പിടിച്ചത്. അവൻ പ്രകാശിനെ നിലത്തുകൂടെ വലിച്ചു കൊണ്ടുപോയി. പൂളിൻ്റെ അതിർത്തിയിലുള്ള ചെറിയ മതിലിനടുത്തേക്ക്. പ്രകാശ് തൻ്റെ നല്ല കൈ ഉപയോഗിച്ച് തറയിൽ പിടിക്കാൻ നോക്കി. അയാളുടെ വിരലുകൾ കട്ടകളിൽ ഉരഞ്ഞുപൊട്ടി. ചോര വന്നു. അയാൾ ഒരു കട്ടയുടെ വിടവിൽ വിരലുകൾ അമർത്തിപ്പിടിച്ചു. രാജീവ് ശക്തിയിൽ അയാളെ വലിച്ചു. പ്രകാശിൻ്റെ വിരലുകളിലെ നഖങ്ങൾ അടർന്നുപോയി. അയാൾ വീണ്ടും നിലവിളിച്ചു. വേദന അയാളെ ഭ്രാന്തനാക്കി. രാജീവ് പ്രകാശിനെ മതിലിനടുത്തേക്ക് എത്തിച്ചു. അവൻ പ്രകാശിനെ മുകളിലേക്കെടുത്തു. അവൻ തന്നെ താഴ്ചയിലേക്ക് എറിയാൻ പോവുകയാണെന്ന് പ്രകാശ് തിരിച്ചറിഞ്ഞു. പ്രകാശ് തൻ്റെ അവസാനത്തെ ശക്തി ഉപയോഗിച്ച് രാജീവിൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു. ഇരുവരും തമ്മിൽ വലിയൊരു പിടിവലി അവിടെ നടന്നു. പ്രകാശ് രാജീവിനെ പിടിച്ച് താഴേക്ക് തള്ളാൻ ശ്രമിച്ചു. രാജീവിൻ്റെ ഭാരം അതിനനുവദിച്ചില്ല. രാജീവ് പ്രകാശിൻ്റെ നെഞ്ചിൽ തൻ്റെ 2 കൈകളും വെച്ച് വലിയ ശക്തിയിൽ തള്ളി. പ്രകാശിൻ്റെ പിടി വിട്ടുപോയി. അയാൾ മതിനു മുകളിലൂടെ പിന്നിലേക്ക് വീണു. ഇരുട്ടിലേക്കുള്ള വീഴ്ച. പ്രകാശ് താഴ്ചയിലേക്ക് പതിച്ചു. ആ വീഴ്ച വളരെ പതുക്കെയാണെന്ന് അയാൾക്ക് തോന്നി. ചുറ്റും ഇരുട്ടു മാത്രം. വലിയ മരങ്ങളുടെ ചില്ലകൾ അയാളുടെ ദേഹത്ത് തട്ടി. ഓരോ ജില്ലയിലും തട്ടുമ്പോൾ ശരീരത്തിലെ എല്ലുകൾ ഒടിയുന്ന വേദന അയാൾ അറിഞ്ഞു. ഇലകൾക്കിടയിലൂടെ അയാൾ താഴേക്ക് പോയി. മരച്ചില്ലകൾ മുഖത്തും ശരീരത്തിലും പോറലുകൾ വീഴ്ത്തി. വലിയൊരു കല്ലിൽ അവൻ്റെ നടുവ് വന്നിടിച്ചു. നട്ടെല്ല് വലിയ ശബ്ദത്തോടെ തകർന്നു. അയാൾ വീണ്ടും താഴേക്കുരുണ്ടു. മണ്ണും കല്ലുകളും നിറഞ്ഞ ആ ഭാഗത്തേക്ക് അയാൾ വീണു. വീഴ്ച അവിടെ അവസാനിച്ചു. അയാൾ മലർന്നു കിടക്കുകയാണ്. ചുറ്റും വലിയ മരങ്ങൾ കാണാം. അയാൾക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. ശരീരത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടമായിരുന്നു. കഴുത്തിന് താഴേക്ക് ശരീരം പൂർണ്ണമായും തളർന്നു. നട്ടെല്ല് തകർന്നതിൻ്റെ ഫലമായിരുന്നു അത്. കണ്ണുകൾ മാത്രം തുറക്കാം. വായ പകുതി തുറന്നു കിടക്കുന്നു. കടുത്ത വേദന മാത്രം ബാക്കിയുണ്ട്. അയാൾ മുകളിലേക്ക് നോക്കി. മരങ്ങൾക്കിടയിലൂടെ ആകാശം കാണാം. ഇരുണ്ട വലിയ ആകാശം. കാറ്റു വീശുന്നുണ്ട്. മരങ്ങളുടെ ചില്ലകൾ ആടുന്നുണ്ട്. പ്രകാശ് അവിടെ കിടന്നു. ജീവനുണ്ട്, പക്ഷേ അനങ്ങാൻ കഴിയില്ല. കുറച്ചു നേരം കഴിഞ്ഞു. പ്രകാശ് മുകളിലേക്ക് നോക്കി കിടക്കുകയാണ്. പെട്ടെന്ന് ആകാശത്തിന് താഴെ ഒരു രൂപം അയാൾ കണ്ടു. രാജീവ്. അവൻ നിൽക്കുകയാണ്. താഴെ കിടക്കുന്ന പ്രകാശിനെ അവൻ മുകളിൽ നിന്നും നോക്കുകയാണ്. പ്രകാശിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. തൊണ്ടയിൽ നിന്നൊരു ശബ്ദവും പുറത്തേക്ക് വരുന്നുമില്ല. രാജീവ് താഴേക്ക് ഇറങ്ങി വന്നില്ല. അവൻ അവിടെ തന്നെ നിന്നു. പ്രകാശിനൊന്നും മനസ്സിലായില്ല. അവൻ തന്നെ അവിടെ ഉപേക്ഷിച്ചു പോവുകയാണോ എന്ന് പ്രകാശ് ചിന്തിച്ചു. എങ്കിൽ അതാണ് നല്ലത്. രാവിലെ ആരെങ്കിലും തന്നെ ഇവിടെ വന്ന് കാണും. ആശുപത്രിയിൽ കൊണ്ടുപോകും. തളർന്ന ശരീരവുമായിട്ടാണെങ്കിലും ജീവിക്കാൻ കഴിയും. പ്രകാശ് ആശ്വസിച്ചു. പക്ഷേ ആ ആശ്വാസം അധിക നേരം നീണ്ടു നിന്നില്ല. അല്പസമയത്തിന് ശേഷം രാജീവ് വീണ്ടും വന്നു. അവൻ്റെ കയ്യിൽ ഒരു വലിയ ഇരുമ്പുപാരയുണ്ടായിരുന്നു. റിസോർട്ടിലെ പണിക്കാർ എവിടെയോ ഉപേക്ഷിച്ച ആയുധം. രാജീവ് അതുപയോഗിച്ച് മുകളിൽ നിന്നും മണ്ണിളക്കാൻ തുടങ്ങി. ഇളകിയ മണ്ണ് അവൻ താഴേക്ക് തള്ളിയിട്ടു. ആദ്യത്തെ വലിയ മൺകൂന താഴേക്ക് വീണു. അത് നേരെ വീണത് പ്രകാശിൻ്റെ മുഖത്തേക്കാണ്. പ്രകാശ് കണ്ണുകൾ അടച്ചു. മണ്ണ് അവൻ്റെ വായിലേക്ക് വീണു. 5 വർഷം മുമ്പ് താൻ ചെയ്ത കാര്യങ്ങൾ പ്രകാശ് കൃത്യമായി ഓർത്തു. അന്ന് രാജീവ് കുഴിയിൽ കിടക്കുകയായിരുന്നു. ജീവനോടെ താൻ മുകളിൽ നിന്നും മണ്ണിളക്കി താഴേക്ക് ഇട്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ അത് ആവർത്തിക്കുകയാണ്. ആരുമറിയാതെ സ്ഥാനങ്ങൾ മാറി. താൻ താഴെ കിടക്കുന്നു. രാജീവ് മുകളിലും. പ്രകാശ് പിടയാൻ ശ്രമിച്ചു. ശരീരം ഒട്ടും വഴങ്ങുന്നില്ല. അയാൾ പൂർണ്ണമായും ഒരു മരത്തടി പോലെ കിടന്നു. വീണ്ടും മണ്ണ് താഴേക്ക് വന്നു. പ്രകാശിൻ്റെ നെഞ്ചിലേക്ക് മണ്ണ് വീണു. അവൻ്റെ ശരീരത്തിലെ വേദന മണ്ണിൻ്റെ ഭാരത്തിൽ വലിയ രീതിയിൽ കൂടി. മണ്ണ് നെഞ്ചിലമരുകയാണ്. വായിൽ മുഴുവൻ മണ്ണാണ്. അയാളത് തുപ്പാൻ ശ്രമിച്ചു. തൊണ്ടയിൽ മണ്ണ് നിറഞ്ഞു. മുകളിൽ നിന്നും രാജീവ് വളരെ വേഗത്തിൽ മണ്ണിടുന്നുണ്ട്. രാജീവിൻ്റെ കൈകൾക്ക് വേഗത കൂടുതലാണ്. അവൻ നിർത്തുന്നില്ല. പ്രകാശിൻ്റെ കാലുകൾ മണ്ണിനടിയിലായി. അരക്കെട്ടുവരെ മണ്ണ് നിറഞ്ഞു. ഇരുട്ട് പ്രകാശിനെ പൂർണ്ണമായും പൊതിഞ്ഞു തുടങ്ങി. അയാൾ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു. കൺപോളകളിൽ മണ്ണ് നിറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഒന്നും കാണാൻ കഴിയുന്നില്ല. മണ്ണിൻ്റെ ഭാരം അയാളെ താഴേക്ക് അമർത്തി. ജീവനോടെ മണ്ണിൽ കുഴിച്ചു മൂടപ്പെടുന്നതിൻ്റെ എല്ലാ ഭീകരതയും അയാൾ അറിഞ്ഞു. അയാൾ മരിക്കാൻ ആഗ്രഹിച്ചു. പെട്ടെന്ന് മരണം വന്നെങ്കിലെന്ന് അയാൾ മനസ്സിൽ പ്രാർത്ഥിച്ചു. പക്ഷേ മരണം പോലും അയാളെ കൈയൊഴിഞ്ഞു. അയാൾ പൂർണ്ണ ബോധവാനായിരുന്നു. ഓരോ മൺതരിയും ശരീരത്തിൽ വീഴുന്നത് അയാൾ അറിയുന്നുണ്ടായിരുന്നു. രാജീവ് അന്നനുഭവിച്ച അതേ ഭീകരത, അതേ നിസ്സഹായത.
കുഴി പൂർണ്ണമായും നിറഞ്ഞു തുടങ്ങി. പ്രകാശിൻ്റെ നെഞ്ചും കഴുത്തും മണ്ണിനടിയിലായി. മുഖം മാത്രമാണ് പുറത്തുള്ളത്. അയാൾക്ക് ശ്വാസമെടുക്കാൻ കഴിയുന്നില്ല. അതിനായി അയാൾ വായ തുറന്നു പിടിച്ചു. അടുത്ത മൺകൂന അയാളുടെ മുഖത്തേക്ക് വീണു. അതോടെ അയാളുടെ വായും മൂക്കും മണ്ണിനടിയിലായി. പ്രകാശ് ശ്വാസം ഉള്ളിലേക്ക് വലിക്കാൻ ശ്രമിച്ചു. മൂക്കിലൂടെ മണ്ണ് ഉള്ളിലേക്ക് കയറി. ശ്വാസകോശത്തിലേക്ക് മണ്ണ് പോകുന്ന വേദന അയാൾ അറിഞ്ഞു. മുകളിൽ നിന്നും മണ്ണ് വീണുകൊണ്ടേയിരുന്നു. താഴെ കിടക്കുന്ന ശരീരത്തെ പൂർണ്ണമായും രാജീവ് മൂടി. കുഴി പൂർണ്ണമായും നിരപ്പായി. രാജീവ് മണ്ണുറപ്പിക്കാൻ അതിനു മുകളിൽ കയറി നിന്നു. പ്രകാശിൻ്റെ മുഖത്തിന് മുകളിലുള്ള മണ്ണിൽ അവൻ തൻ്റെ ഷൂസ് ഇട്ട് ചവിട്ടി. പ്രകാശിൻ്റെ മൂക്കെല്ല് പൊട്ടുന്ന ശബ്ദം കേട്ടു. തലയോട്ടിയിൽ വലിയ മർദ്ദമുണ്ടായി. അവൻ്റെ ബോധം പൂർണ്ണമായും നശിച്ചിരുന്നില്ല. ഇരുട്ടിൽ മണ്ണിനടിയിൽ അനങ്ങാൻ കഴിയാതെ അയാൾ കിടന്നു. ഭൂമി അയാളെ പൂർണ്ണമായും വിഴുങ്ങി. മുകളിലെ അനക്കങ്ങൾ കുറച്ചു കഴിഞ്ഞപ്പോൾ നിന്നു. രാജീവ് അവിടെ നിന്നും പോയിരുന്നു. പ്രകാശ് അവിടെ ഒറ്റയ്ക്കായി. അയാൾ മരിച്ചിരുന്നില്ല. ജീവനോടെ സമാധിയായി. അയാളുടെ ഹൃദയം പതുക്കെ മിടിക്കുന്നുണ്ടായിരുന്നു. ആ മിടിപ്പും പതുക്കെ കുറഞ്ഞു വന്നു. പ്രാണവായു ലഭിക്കാതെ തലച്ചോറിൻ്റെ പ്രവർത്തനം നിലച്ചു തുടങ്ങി. കനത്ത ഇരുട്ടിലേക്ക് അയാൾ വീഴുകയായിരുന്നു. അവിടെ നിന്നും അയാൾക്ക് തിരികെ വരാൻ കഴിയില്ല. ഒടുവിൽ അവസാനത്തെ ഹൃദയമിടിപ്പും നിലച്ചു. പ്രകാശ് എന്ന മനുഷ്യൻ പൂർണ്ണമായും അവസാനിച്ചു. നേരം പുലർന്നു. റിസോർട്ടിൽ സൂര്യപ്രകാശം വന്നു. ജോലിക്കാർ വന്നു തുടങ്ങി. വിനോദൻ ഷമീറും തലവേദനയോടെ ഉറക്കമുണർന്നു. മുറിയിലെ സ്ലൈഡിംഗ് വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. പ്രകാശിനെ അവിടെയെങ്ങും കാണാനില്ല. അവർ പുറത്തിറങ്ങി നോക്കിയപ്പോൾ മുറ്റത്തെ കട്ടകളിൽ രക്തത്തുള്ളികൾ കണ്ടു. പൊട്ടിയ മദ്യക്കുപ്പിയും ചോര പുരണ്ട ഫയർ എക്സ്റ്റിങ്ക്യൂഷറും കണ്ടവർ പരിഭ്രാന്തരായി റിസോർട്ട് മാനേജറെ വിവരമറിയിച്ചു. മാനേജർ പോലീസിനെ വിളിച്ചു. പോലീസ് എത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ആ ദൃശ്യങ്ങൾ കണ്ട പോലീസുകാരുടെ മുഖത്ത് ആശയക്കുഴപ്പമുണ്ടായി. രാത്രിയിൽ പ്രകാശ് ഗ്ലാസ് വാതിൽ തുറന്ന് പുറത്തേക്ക് പോകുന്നതും അവിടെ ആരുമില്ലാത്ത വായുവിൽ നോക്കി എന്തൊക്കെയോ സംസാരിക്കുന്നതും ക്യാമറയിൽ കാണാമായിരുന്നു. അയാൾ ശൂന്യതയിലേക്ക് കുപ്പി വലിച്ചെറിയുന്നതും ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എടുത്ത് തറയിലെ കട്ടയിലേക്ക് ആഞ്ഞടിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ആരുമില്ലാത്ത വഴികളിലൂടെ അയാൾ ഓടുന്നതും മതിലിനടുത്ത് വെച്ച് തനിയെ നിലത്തേക്ക് വീഴുന്നതും ക്യാമറയിൽ പതിഞ്ഞിരുന്നു. രാജീവ് എന്നൊരു രൂപം ആ ക്യാമറകളിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. മുറ്റത്ത് കണ്ട രക്തം പ്രകാശിൻ്റേതാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായി. കട്ടകൾ ഉരഞ്ഞപ്പോൾ ഉണ്ടായ മുറിവായിരുന്നു അത്. ഭ്രാന്തമായ ഏതോ അവസ്ഥയിൽ പ്രകാശ് സ്വയം പരിക്കേൽപ്പിച്ച് താഴ്ചയിലേക്ക് വീണതാകാമെന്ന് പോലീസ് ഉറപ്പിച്ചു. പക്ഷേ പ്രകാശിനെ കാണാനില്ല. അയാൾ എവിടെ പോയി? പോലീസ് പ്രകാശിനു വേണ്ടി വലിയ തിരച്ചിൽ നടത്തി. റിസോർട്ടിന് ചുറ്റും അവർ അന്വേഷിച്ചു. അടുത്തുള്ള കാടുകളിൽ ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ച് തിരഞ്ഞു. സ്വിമ്മിംഗ് പൂളിന് പിന്നിലെ താഴ്ചയിൽ ആരും കാര്യമായി നോക്കിയില്ല. അവിടെ ആരും അങ്ങനെ പോകാറില്ല. കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലം. അവിടെ പുതുതായി മണ്ണിളകിയതിൻ്റെ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. പഴയിലകൾ അതിനു മുകളിൽ വീണ് കിടപ്പുണ്ടായിരുന്നു. പ്രകാശിൻ്റെ തിരോധാനം ഒരു വലിയ രഹസ്യമായി തുടർന്നു. വാർത്തകളിൽ അത് കുറച്ചു ദിവസം നിറഞ്ഞു നിന്നു. വിദേശത്തു നിന്നും വന്ന വ്യവസായിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായി എന്ന് പത്രങ്ങൾ എഴുതി. പോലീസ് പ്രകാശിൻ്റെ ഫോട്ടോകൾ എല്ലാ സ്റ്റേഷനുകളിലേക്കും അയച്ചു. എയർപോർട്ടുകളിൽ വിവരം നൽകി. വർഷങ്ങൾ കടന്നുപോയി. പ്രകാശിനെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. അയാൾ എങ്ങോട്ടോ അപ്രത്യക്ഷനായി. 5 വർഷം മുമ്പ് രാജീവിനെ കാണാതായ അതേ രീതിയിൽ പ്രകാശം കാണാതായി. നിയമം അതിൻ്റെ വഴിക്ക് പോയി. ഫയലുകൾ പതുക്കെ അടഞ്ഞു തുടങ്ങി. പുതിയ കേസുകൾ വന്നപ്പോൾ പ്രകാശ് എന്ന പേര് പോലീസുകാർ പോലും മറന്നു. റിസോർട്ട് കുറച്ചുനാൾ അടച്ചിട്ടിരുന്നു. പിന്നീട് അത് വീണ്ടും തുറന്നു. എല്ലാം സാധാരണ നിലയിലായി. അവിടെ പുതിയ ആളുകൾ വന്നു തുടങ്ങി. അവർ മുറ്റത്ത് നടന്നു. സ്വിമ്മിംഗ് പൂളിൽ നീന്തി. അവരാരും ആ വലിയ താഴ്ചയെക്കുറിച്ച് അറിഞ്ഞില്ല. അവിടെ ഒരു മനുഷ്യൻ മണ്ണിൽ കിടക്കുന്നുണ്ടെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആ മണ്ണിൽ പ്രകാശ് പതുക്കെ അലിഞ്ഞു ചേർന്നു. 5 വർഷം മുമ്പ് രാജീവ് അലിഞ്ഞു ചേർന്ന അതേ മണ്ണിൽ. ആരും ഒന്നും അറിഞ്ഞില്ല. ഭൂമി അതിൻ്റെ രഹസ്യങ്ങൾ ആർക്കും വിട്ടുകൊടുത്തില്ല. മനുഷ്യൻ്റെ നിയമങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്ത ചില നീതികൾ പ്രകൃതിയിൽ നടക്കുന്നുണ്ട്. പ്രകൃതി അതിൻ്റെ സ്വന്തം കോടതിയിൽ കണക്കു തീർക്കുന്നു. തെറ്റ് ചെയ്തവന് അതേ രീതിയിൽ തന്നെ ശിക്ഷ നൽകി, യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാതെ. വലിയ മരങ്ങൾക്ക് താഴെ പൂർണ്ണമായ നിശബ്ദത മാത്രം ബാക്കിയായി. ആ നിശബ്ദതയിൽ 5 വർഷത്തെ ഒരു പക പൂർണ്ണമായും അവസാനിച്ചിരുന്നു.